ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, മനുഷ്യ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കണ്ടുപിടുത്തം, അതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാക്സ്വെൽ വരുന്ന സമയം ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എത്രത്തോളം ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളത്, എന്തായിരുന്നു അതിൻ്റെ സ്റ്റാറ്റസ്, അത് നമുക്കൊരു 4 ഇക്വേഷനിലൂടെ നമുക്ക് കാണിക്കാം. അതായത് when Maxwell began his work, the state of electromagnetic theory were represented by the following equation. First one is divergence of E is rho by epsilon 0. This is nothing but Gauss's law. അതായത് charge density produces the electric field. That is, source of electric field is the charge. Okay. Second equation, del dot B is equal to 0, which means magnetic field lines form closed loops or magnetic monopole does not exist. അതായത് സിംഗിൾ ഇലക്ട്രിക് ചാർജ് പോലെ സിംഗിൾ മാഗ്നറ്റിക് ചാർജ് ഇല്ല എന്നർത്ഥം. ദാറ്റ് ഈസ്, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇക്വേഷൻ 2. മൂന്നാമത്തെ ഇക്വേഷനാണ് ഡെൽ ക്രോസ് ഇ ഈസ് നത്തിങ് ബട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഡോ ബി ബൈ ഡോ ടി. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് can produce an EMF. Change in magnetic field can produce an EMF, or change in magnetic field can produce an electric field, or correctly നമ്മൾ പറയുകയാണെങ്കിൽ time varying magnetic field produces an electric field. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനാണ്. അടുത്തത് ആംബിയർസ് ലോ, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 J. ഒരു സ്റ്റഡി കറണ്ട് J ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാം. അതായത് സ്റ്റഡി കറണ്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഹിയർ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് മാക്സ് വരുന്നതിന് മുമ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഫോറത്ത് പഠിക്കാം. നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് എ കേൾ ഈസ് ആൾവേസ് 0. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ, ഈ മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഡൈവേർജൻസ് നമുക്ക് എടുത്തു നോക്കാം. ദാറ്റ് ഈസ് ചെക്ക് ഇക്വേഷൻ 3. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഡൈവേർജൻസ് ഓഫ് ദ കേൾ 0 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എടുക്കണം, മൈനസ് ഡോ ബൈ ഡോ ടി ഡെൽ ഡോട്ട് ബി. ഞാൻ ഡൈവേർജൻസ് ഇവിടെ ബിയുടെ കൂടെ എടുത്തു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അറിയാം, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എനി വെക്ടർ ഈസ് ആൾവേസ് 0. ഇവിടെ ഇത് 0 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ ഡെൽ ഡോട്ട് ബി, അതായത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഡെൽ ഡോട്ട് ബി 0 ആണെന്നറിയാം. ദിസ് ഈസ് ഓൾസോ 0. അപ്പോൾ LHS ഉം RHS ഉം സെപ്പറേറ്റ്ലി ഇക്വേഷൻ 3ൽ ഈ ഇക്വേഷനിൽ 0 ആവുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് ദ ഡൈവേർജൻസ് ഓഫ് ദ ഫോർത്ത് ഇക്വേഷൻ. ഇക്വേഷൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഡൈവേർജൻസ് എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ഡൈവേർജൻസ് എടുക്കണം, എവിടേക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അറിയാം, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എനി വെക്ടർ ഈസ് ആൾവേസ് 0. This LHS is 0. Then what about RHS? RHS ഇവിടെ ഓട്ടോമാറ്റിക്കലി 0 ആവുന്നില്ല. അതിനർത്ഥം
നമുക്ക് വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. That is LHS must be 0 but RHS is not. അപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? ഡെൽ ഡോട്ട് ജെ ഇവിടെ ഓട്ടോമാറ്റിക്കലി 0 ആയിട്ട് പോകുന്നില്ല. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറിയാലോ. എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോട്ട് ടി ഈസ് ഇക്വൽ ടു 0. ഡെൽ ഡോട്ട് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഒരിക്കലും 0 ആവാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മസ്റ്റ് ബി വാലിഡ് ഇൻ ഓൾ കേസ്. ഇനി ഡെൽ ഡോട്ട് ജെ 0 ആണെങ്കിലുള്ള അവസ്ഥ എന്താ? ഇഫ് ഡെൽ ഡോട്ട് ജെ ഈസ് ഇക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ചിട്ട് ഡോ റോ ബൈ ഡോട്ട് ടി എന്താവും? 0 ആവും. ഒരു ഡെറിവേറ്റീവ് 0 ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇവിടെ റോ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നത്? നമ്മുടെ ഇക്വേഷൻ 4 ആയിട്ടുള്ള ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ ഇക്വേഷനിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. നമുക്കറിയാം ഇവിടെ ഈ ഇക്വേഷൻ this equation is valid only in the case of charge density having the steady value, that is constant value. That is rho means it is a charge density. Charge density is constant. That is, this Ampere's law is what is Maxwell conclusion is, as Maxwell concluded that Ampere's law is valid only for steady state condition. Steady state condition means constant charge is flowing. That is constant charge. Dou rho by dot t means the flow of charge. Constant charge is flowing. That constant charge give rise to a constant current density. That constant current flow give rise to produces a magnetic field B. This magnetic field B is because of the steady current. That was the conclusion of the Maxwell. This Ampere's law is not valid in the case of time varying magnetic field. This is a steady magnetic field because of the steady current, and this is not valid for the time varying magnetic field. Hence, to include the time varying magnetic field, this equation must be modified. That was the actual suggestion by Maxwell. ഇപ്പോൾ റോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇപ്പോൾ മാക്സ്വെൽ എടുത്തിട്ടുള്ള കൺക്ലൂഷൻ എന്താണ്? From this Maxwell concluded that Ampere's law is valid only for the steady state condition and is not valid in the case of time varying magnetic field. Hence, to include time varying field, Ampere's theorem must be modified. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എല്ലാ കേസിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മസ്റ്റ് ബി കൺസിസ്റ്റന്റ് വിത്ത് ഓൾ ദ ഇക്വേഷൻസ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. It must be consistent. That is, del dot J should not be 0. It must be minus dou rho by dot T in all cases. Now let us see where is the time varying field arises. Time varying magnetic field
where the situation arises. Let us see, consider the charging of capacitor. നോക്കൂ നിങ്ങൾ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. അതായത് നമുക്കൊരു കപ്പാസിറ്ററെ ഒരു സ്വിച്ച് ഉണ്ട്, നമ്മുടെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിങ്ങോട്ട് പ്രസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർക്യൂട്ട് ക്ലോസ്ഡ് ആയി ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. പതുക്കെ ഈ പ്ലേറ്റിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അപ്പം ഇവിടെ ഈ സർക്യൂട്ടിൻ്റെ പുറത്തുകൂടി ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കറണ്ട് ഡ്യൂ ടു ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. നമ്മളതിൽ പറയാം IC എന്ന് പറയാം, ഈസ് കണ്ടക്ഷൻ കറണ്ട്. ഈ ശരിക്കും കപ്പാസിറ്റർ പ്ലേറ്റ് എന്താ? ശരിക്കും കപ്പാസിറ്റർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. ടു പാരലൽ പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് t. ഇവിടെ കണക്ഷൻ ഇല്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയുള്ള സർക്യൂട്ടുകളിൽ, എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളിലും കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു സെപ്പറേഷൻ സ്മോൾ d ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നില്ല. ഒരു വയറ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന് ഇങ്ങോട്ടും കണക്ഷൻ വരുന്നില്ല. ശരിക്കും ഇവിടെ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം നമ്മൾ വെക്കാറുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇങ്ങോട്ടൊക്കെയുള്ള ഒരു കണ്ടക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുറത്തൂടെ വരുന്ന നമ്മുടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് IC പുറത്തെ ഈ എക്സ്റ്റേണൽ വയസിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ, കണ്ടക്ഷൻ കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു മീഡിയം, കണ്ടക്ടേഴ്സ് ഒന്നുമില്ല, ചാലകങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിലൂടെ കറണ്ട് പോകും? നമുക്കറിയാം, ഒരു സർക്യൂട്ടിൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല, കാരണം ഇവിടെ സർക്യൂട്ട് ഇവിടെ ബ്രേക്കാണ്, ക്ലോസ്ഡ് അല്ല സർക്യൂട്ട്. പക്ഷേ കപ്പാസിറ്റർ വച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ, നമ്മുടെ ഫാനുണ്ട് വീട്ടിൽ, അതിലെല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളിലും കപ്പാസിറ്റർ വരുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഗ്യാപ്പാണ്, ഒന്നുമില്ല. എന്നിട്ടും ആ സർക്യൂട്ടിലെ ബൾബ് കത്തുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. എന്തായിരിക്കും റീസൺ? ഇവിടെ സർക്യൂട്ട് ഓപ്പൺ അല്ലേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലല്ലോ. അവിടെയാണ് മാക്സ്വെല്ലിൻ്റെ സജഷൻ വരുന്നത്. അതായത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ഷൻ വയറിലൂടെ, ഈ വയറിലൂടെ, എക്സ്റ്റേണൽ വയറിലൂടെ ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലം ഒരു കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. ആ കറണ്ട് നമ്മൾ IC എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടിയും ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൾബ് കത്തുന്നതും ഫാൻ കറങ്ങുന്നതും ഒക്കെ, കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സർക്യൂട്ടുകളിൽ ബൾബ് കത്തുന്നതും ഫാൻ കറങ്ങുന്നതും ഒക്കെ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ സർക്യൂട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ഇവിടെ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ വയറിലൂടെ ഒരു കണ്ടക്ഷൻ കറണ്ട് IC ഫ്ലോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ there should be a current in the gap between the capacitor plates. That current, Maxwell suggested that current is called displacement current, that is IT. So Maxwell's suggestion is that in order to complete this circuit, there must be a current flowing through the gap between the capacitor plates. That current is called displacement current, IT. This current is not because of the free electrons, but that current is due to the time varying electric field between the capacitor plates.
Let me note down these points. Actually, that current is not due to the flow of free electrons. He suggested that the current is displacement current. Okay, therefore this Ampere's theorem must be modified. How he modified this Ampere's theorem? That the Ampere's theorem must be modified. Maxwell suggested that Ampere's theorem must be modified.